ഹലോ, ആ ചേച്ചി ഇന്നലെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഓർഡർ. ആ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ ഞാൻ വിളിക്കാവേ. ശരി. ഹായ്, ഐ ആം മനു ഫാത്തിമ ഫ്രം ഇവാൻഷി ഡിസൈൻസ്. ഇവാൻഷി ബുട്ടിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കേട്ടോ, കോള് വരുന്നു. ഹലോ, ആണോ? ഓക്കെ അത് ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇല്ല, അതിൻ്റെ പ്രോഡക്റ്റ് അപ്ഡേറ്റ്സ് ഇപ്പം വരൂ കേട്ടോ. ഓക്കെ കണ്ടില്ലേ എന്തോരം കോൾസാണ് ഈ വരുന്നതെന്നുള്ളത്. നമ്മുടെ ഓർഡേഴ്സ് പോയി, ഓർഡേഴ്സിൻ്റെ ഡിസ്പാച്ചിങ് ആയോ, അങ്ങനെ ഒരുപാട് എൻക്വയറിയും ചോദിച്ചിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സ് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, കാര്യം നമ്മൾക്കിപ്പോൾ ഒരു വാട്സപ്പിൽ കൂടെയോ നമ്മൾ ഈ കോള് വിളിച്ചിട്ടോ ഒരു പരിധി ഉണ്ടല്ലോ നമുക്ക് ഓർഡർ മീൻസ് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊരു സൊല്യൂഷൻ എന്തായാലും വേണം. അങ്ങനെ ഞങ്ങളിതേ ഒരു 2 months മുന്നേ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ സെറ്റ് ചെയ്തായിരുന്നു. വെബ്സൈറ്റാണ്. ഞങ്ങൾ ഒരു വെബ്സൈറ്റ്, പുതിയൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തായിരുന്നു. ആക്ച്വലി വെബ്സൈറ്റ് വന്നേ പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നു. നമ്മുടെ കസ്റ്റമേഴ്സിന് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാനും അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആക്കാനും ഞങ്ങൾക്ക് പറ്റി. എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇവാൻഷി പോലൊരു ബൊട്ടിക്ക്. വളരെ ചെറുപ്പത്തിലേ ഞാൻ ഇതിലോട്ട് വന്നതാണ്. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്താണ് ഞാൻ സ്റ്റിച്ചിങ് ഫീൽഡിലോട്ട് വരുന്നത്. 8ാം ക്ലാസ്സിൻ്റെ വെക്കേഷനാണ് ഞാൻ പോയി പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ 2 മാസം മാത്രമാണ് ഞാൻ ഈ സ്റ്റിച്ചിങ് ആയിട്ട് പഠിച്ചിട്ടുള്ളൂ. അന്ന് മുതലേ ഞാൻ എൻ്റെ സ്കൂളിലെ ടീച്ചറിനും എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാനിവിടെ ട്രിവാൻഡ്രം MG റോഡിൽ ചെറിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത്, അതും സ്റ്റിച്ചിങ്ങും വിത്ത് ബ്രൈഡലും ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു 8 വർഷത്തിന് മുന്നേ ഞാൻ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. മോള് പഠിക്കുകയായിരുന്നു. മോള് ഫാഷൻ ഡിസൈനറാണ്. ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ് മോള് എൻ്റെ ഷോപ്പുമായിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്ത് അതിനുശേഷം ഞങ്ങളെ സോഷ്യൽ മീഡിയ അങ്ങ് എടുത്ത് എന്ന് തന്നെ പറയാം. നല്ലൊരു ഗ്രോത്തായിരുന്നു. പിന്നെ ഞങ്ങൾ ഇൻസ്റ്റയിൽ അത്യാവശ്യം നല്ല റീച്ചും കാര്യവും, പ്രത്യേകിച്ച് നമ്മളുടെ ആലീസിൻ്റെ വെഡ്ഡിങ് ഞങ്ങളാണ് ചെയ്തത്. വെഡ്ഡിങ് കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ ചെറിയൊരു ഷോപ്പായിരുന്നു ഇവാൻഷി. അതിൽ നിന്ന് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് ഇതിലോട്ട് എത്തി. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ്സ് ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു. ആക്ച്വലി ആ ഒരു ടൈമിലൊക്കെ ഞങ്ങളെല്ലാം വാട്സപ്പ് ത്രൂ ആയിരുന്നു കേട്ടോ ഓർഡേഴ്സ് എടുത്തുകൊണ്ടിരുന്നത്. എല്ലാം വാട്സപ്പ് ത്രൂ നമ്മളുടെ ഇവിടുത്തെ സ്റ്റാഫ്സും എല്ലാവരും, ഇപ്പം ഞാനാണെങ്കിലും ഉമ്മ ആണെങ്കിലും നമ്മുടെ സ്റ്റാഫ്സ് എല്ലാവരും കൂടി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് അതങ്ങനെ ഒരു ഓർഡേഴ്സ് നമ്മളുടെ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു രീതിക്ക് വന്നിരുന്നു. ആ ടൈം തൊട്ടേ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നമുക്ക് ഒരു വെബ്സൈറ്റിലോട്ട് ഷിഫ്റ്റ് ആയാലോ, ലൈക്ക് അതിലാവുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറേ സെർച്ച് ചെയ്ത് ഞാൻ കുറേ റിവ്യൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ വെബ് ഡെവലപ്പേഴ്സിനെയും കുറേ പേരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഇതേപോലെ നമുക്കതിൻ്റെ ഒരു പ്രോഡക്റ്റ് ലൈക്ക് വെബ് ഡിസൈൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ എനിക്ക് ഭയങ്കര സ്ലോ ആയിട്ട് തോന്നുന്നുണ്ട്, ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇത് എത്തുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റാണ് ഞങ്ങൾ കുറേ റിസർച്ച് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ ഓറഞ്ച് ഡൈസ് സൊല്യൂഷനെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. ഓറഞ്ച് ഡൈസ് സൊല്യൂഷനെ നമ്മൾ അവരുമായിട്ട് ആ ഒരു കൊളാബറേഷൻ തുടങ്ങിയ പിന്നെ ഞങ്ങളുടെ ഓർഡേഴ്സ് ഞങ്ങൾ ഇതിനു മുന്നേ എന്താ ചെയ്യാത്തതെന്നൊരു തോട്ട് പ്രോസസ് ആയിരുന്നു. എങ്കിൽ ഇത്രയും പാടുപെടണ്ടായിരുന്നല്ലോ വാട്സപ്പിൽ എടുക്കുക, പിന്നെ ആ കസ്റ്റമേഴ്സിന് ഓർഡേഴ്സ് നോക്കുക, ലൈക്ക് ട്രാക്കിംഗ് ഷെയർ ചെയ്യുക, അതൊക്കെ ഇപ്പോൾ ഒറ്റ ഇതിൽ വെബ്സൈറ്റിൽ കയറുക, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സ് ഞങ്ങൾക്ക് കിട്ടുവാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളെ എപ്പോഴും വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക്. ഇപ്പം നിങ്ങൾക്കാണെങ്കിലും നേരെ പോയിട്ട് ഇപ്പോൾ ഒരു ട്രാക്കിംഗ് അറിയണം, ഒരു പ്രോഡക്റ്റ് ഉണ്ടോ, അത് സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. ഇത് ഏറ്റവും വലിയ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഈ വെബിൻ്റെ ടീം തന്നെയായിരുന്നു. മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ആവശ്യം വന്ന് ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുവാണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അതിൻ്റെ സൊല്യൂഷൻ അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരുവാണ്. അതാണല്ലോ ഏറ്റവും വേണ്ടത്. നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതിനേയും കാട്ടി ഉപരി അതിൻ്റെ ബാക്ക് എൻഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒരു വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് മാറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹെൽപ്പ് എന്ന് പറയുന്നത്. അത് അവർ ഒരു 100% എന്നല്ല 101% അവർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇനി തൊട്ട് ഇവാൻഷി എന്നൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് ത്രൂ പർച്ചേസ് ചെയ്യാം.
www.evanchi.in. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഞങ്ങൾക്ക് ഇനിയും തരണം. ഞങ്ങൾ ആ സപ്പോർട്ട് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.